കൊറോണ അല്ല എന്ത് രോഗം എന്ന് പറഞ്ഞാലും അണ്ണന്റെ പടത്തിന് ആൾക്കാർ വരും, ഫുള്ളാകും. ഒരു റിവ്യൂ പറഞ്ഞേക്കാം. അല്ല മൂഞ്ചടം കേട്ടാ, മടുപ്പാണ്, പ്രതീക്ഷ പോലെ ഇല്ല. ആഹാ, ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ മാർച്ചിന് ശേഷം ഇപ്പോഴാണ് ഒരു പടം ഇറങ്ങുന്നത്. അതായത് കോവിഡിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലോക്ക്ഡൗൺ ശേഷം ഇപ്പോൾ ഒരു പടം ഇറങ്ങും. അതും വിജയുടെ ഒരു ടപ്പം മാസ് പടം മാസ്റ്ററാണ് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ വന്നത്. പ്രതീക്ഷയായിട്ടും ആൾ കുറവാണെന്ന് തോന്നുന്നു. കണ്ടിട്ടൊക്കെ ഒരു പടം ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. പോരാ അല്ലേ? ഇത്ര നാളും ഈ 10 മാസം തിയേറ്റർ ഇല്ലാതെ വന്ന് പിന്നെ വന്നു കഴിയുമ്പോൾ ഉള്ളൊരു വന്ന് പോരാ, എക്സ്പെക്ടേഷൻ പോരല്ലേ? ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓ, ഫുൾ എനർജി. ഇത്ര നാൾ വെയിറ്റ് ചെയ്തതിന്റെ ആ ഒരു ഇതൊക്കെ കിട്ടി. ഓക്കെയാണ്. കുറെ നാൾ തിയേറ്ററിൽ ഇപ്പൊ അടച്ചിട്ട് പിന്നെ വരുമല്ലേ? ഇത്ര നാൾ 10 മാസം തിയേറ്ററില്ലായിരുന്നല്ലോ. അപ്പൊ വരുന്ന ആ ഒരു വൈബ് ഒക്കെ എങ്ങനെയുണ്ട്? പൊളിയാണ്. കോവിഡിന്റെ എന്തെങ്കിലും അത്രേ ഉള്ളൂ. കോവിഡിന്റെ എന്തെങ്കിലും എവിടുന്ന വരുന്നത് സ്ഥലം എവിടുന്നാണ്? തുറവൂർ നീളം വരെ വന്ന് ടിക്കറ്റ് ഒക്കെ നേരത്തെ സെറ്റ് ആക്കി അല്ലേ? ഓക്കെ, പൊളി. സെറ്റാണ്. ചാനലിൽ ബൈക്കർ ബ്രോ കോവിഡിന്റെ മാനദണ്ഡമൊക്കെ ഉള്ളത് തന്നെ പകുതി സീറ്റിങ്ങേ ഉള്ളൂ. അതാണ് ഈ ഒരു ഓളം ഇല്ലാത്തത്. പക്ഷെ പടം കാണാൻ ആളൊക്കെ ഉണ്ട്. എവിടെ ഒരു റിവ്യൂ പറഞ്ഞേക്കാവോ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ബ്രോ? ഗൈസ്, നമുക്കൊരു പ്രമുഖനെ കിട്ടിയിരിക്കുകയാണ്. സൂര്യ വ്ളോഗ്സിന്റെ MD സൂര്യ ഇവിടെ ഉണ്ട്. സൂര്യ, അഭിപ്രായം പറയൂ. ഒരു രക്ഷയില്ലാത്ത പടം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഒരു ഭയങ്കര ത്രില്ലിംഗ് സംഭവം, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയുള്ള ഒരു പടമാണ്. അപ്പം ഞാൻ വിജയ് ഫാനാണ്. പക്ഷേ എന്നാലും റിവ്യൂ കറക്റ്റായിട്ട് പറയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പറയണം. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല എന്റർടൈൻമെന്റ് ആണ്. സ്റ്റണ്ടൊക്കെ കിട്ടില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പടം തന്നെ. സീനൊക്കെ പക്കയാണല്ലേ? പിന്നെ അടിപൊളി പടയാണ്. പക്ഷേ നല്ല ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. ലോകേഷിന്റെ 50% കറക്റ്റ് തന്നെ പറഞ്ഞത്. പകുതി വിജയ് സേതുപതി ഒട്ടും മോശമായിട്ടില്ല, എല്ലാം കിട്ടില്ല, എല്ലാം. പക്ഷേ ആൾക്കാർക്ക് ഒരു ഓളം ഇല്ലല്ലോ, വരുന്നവർക്ക് ഒരു ഓളം ഇല്ല. കോവിഡിന്റെ ഇനി എന്താ അറിയത്തില്ല, ഈ കോവിഡും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ആള് കുറവല്ല, പകുതി ഓളം എന്ന് വെച്ചാൽ അങ്ങനെ ഉള്ളിലും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാരും കറക്റ്റ് പ്രോട്ടോകോൾ എല്ലാം നോക്കിയാണ്. സീറ്റിംഗും പകുതിയുള്ളല്ലേ? നമ്മുടെ തമിഴ്നാട്ടിലെ പോലെ ഒന്നും അല്ല, ഇവിടുത്തെ എല്ലാം കറക്റ്റായിട്ട് റൂൾസ് അല്ലേ? കാണണം, തിയേറ്ററിൽ നിന്ന് കാണേണ്ട പണം തന്നെ. അത്രേ ഉള്ളൂ. അപ്പോൾ കുറേ നാളിന് ശേഷം തിയേറ്റർ തുറന്ന് പടം ഇറങ്ങി. അത് വിജയുടെ ഒരു മാസ് പടം തന്നെ. അപ്പോൾ എല്ലാവരുടെ എക്സ്പെക്ടേഷൻ ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ ചങ്സ് ഒന്നും പറയാനില്ല. ഒരു 6-7 മാസത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും തിയേറ്റർ വന്നിരിക്കുകയാണ്. ഇത്ര പേരുടെ ഈ ഒച്ചപ്പാടും തിരക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ തീർച്ചയായിട്ടും കാണാനുള്ള കട്ട വെയിറ്റിംഗ് ആണ്. ആർക്കിനിപ്പോൾ എന്തോ ഒരു അസുഖം വരുന്നൊക്കെ ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാലും ഇതിപ്പോൾ എത്ര ദിവസം ഓടുന്നു അത്രയും ദിവസം അതിനനുസരിച്ച് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. കൊറോണ അല്ല എന്ത് രോഗം എന്ന് പറഞ്ഞാലും അണ്ണന്റെ പടത്തിന് ആൾക്കാർ വരും, ഫുള്ളാകും. പ്രതീക്ഷ എത്ര തന്നെ ഉണ്ടോ പടം? ഓക്കെ, പൊളിയാണ്. പടം എങ്ങനെയുണ്ട്? പൊളിയാണ്. ഓക്കെ, പടം എങ്ങനെയുണ്ട് ചേട്ടാ? ഇടുവാണ്. ഓക്കെ ബ്രോ, എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? പക്ക പോരാ. നല്ല ക്രൗഡുണ്ട്, ഇവിടെ നല്ല ക്രൗഡ് എടുക്കാം. പടം എങ്ങനെയുണ്ട്? സെറ്റാണ്. പടം വേണ്ടെന്ന് പറഞ്ഞേക്കാവാ? കൊള്ളാം. എങ്ങനെയുണ്ട് മച്ചാനെ? പടം എങ്ങനെയുണ്ട് മച്ചാനെ? കേട്ടില്ല. കേട്ടു